വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു അടിപൊളി കിടക്കാച്ച വീഡിയോ ആയിട്ടാണ്. ഓക്കെ, നമ്മളതിൽ ഇന്നുള്ളത് ഒരു ഇന്നോവ ക്രിസ്റ്റ ആയിട്ടാണ്. ഇന്നോവ ക്രിസ്റ്റ മാത്രമല്ല, എൻ്റെ ഒരു ഒരുപാട് മോഡ് എടുത്ത ഒരു വണ്ടികൾ കുറേ എണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കേസ് നിങ്ങൾ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൊമ്പൻ ബസ്സാണ്. ഓക്കെ, നമുക്ക് ഇതാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മോഡ് കയറ്റിയെടുത്താണ്. ഈ മോഡിൻ്റെ എല്ലാത്തിനും ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ വേണമെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേസ്, അല്ലെങ്കിൽ ഞാൻ ഇടും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേസ് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനവും ആണെങ്കിൽ കേസ് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഇടാം. കാണിച്ചാൽ നമ്മൾ മണ്ടയിൽ ഇവിടെ ഡ്രീം ക്യാച്ചർ, ഇവിടെ നമ്മൾ ട്രാവൽ പോകുമ്പോഴുള്ള സംഭവമുണ്ട്, ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ഫ്ലാഗ് പോലത്തെ സംഭവം അതുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ദാവൂദിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഒരു ലണ്ടൻ്റെ സംഭവമാണ്, സ്റ്റിയറിങ്, ആ ഒരു ഇൻറ്റീരിയർ സംഭവം എല്ലാം. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ ഉണ്ട്. എല്ലാം ഒരുവിധം വർക്കാണ് കേസ്. ഇതൊക്കെ കണ്ടില്ലേ, ഡ്രീം ക്യാച്ചർ ഒക്കെ മണ്ടയിലുണ്ട്. പിന്നെ എല്ലാം ഫിസിക്സൊക്കെ മോനെ, ഫിസിക്സ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ കേസ് ഇതല്ലേ. പിന്നെ അതിൻ്റെ ഒരു സംഭവം എല്ലാം അടിപൊളിയാണ്, ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇതാണല്ലേ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ബേക്കിലും കത്തും. പിന്നെ നമ്മളെ ഹസാർഡ് ലാമ്പ് ഇടുമ്പോഴേക്ക് ഇതാണല്ലേ, മണ്ടയിലും താഴെയും എല്ലാം നിന്ന് കത്തും കേസ്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ് ഈ കാണുന്ന എല്ലാ ലൈറ്റും വർക്കിംഗ് ആണ് കേസ്. പിന്നെ ഇതല്ലേ, ജസ്റ്റ് ഒരു ബ്രൈറ്റ് കിട്ടാനായിട്ട്. പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്. പിന്നെ ഇതിനകത്ത് ഈ 1, 2 എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ട് ഇതിനകത്ത്. ഇതാണല്ലേ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ റൂം ഓപ്പൺ ആയിട്ട് വരും. എൻജിൻ റൂം ഓപ്പൺ ആവുന്നതിൻ്റെ കൂടെ തന്നെ മണ്ടയിലെ ഈ ഒരു വെൻറ്റിലേഷൻ്റെ സംഭവം ഓപ്പൺ ആവും. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതങ്ങ് താഴെ പോവും. അതല്ലേ, ഇപ്പം താഴെ പോവും. അത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അത് താഴെ പോയതാണ്ടോ, അത് സ്പോർട്ടി ലുക്ക് കിട്ടാനായിട്ടുള്ളൊരു സാധനമാണിത്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയാം. ഒരു ലിപ്പ് ഭാഗം ആണിത് ഒരു സാധനം. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് 2 അപ്ലൈ ചെയ്ത് അത് എടുത്ത് കളയാം. പിന്നെ ഇവിടെ 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു ഡോറ് ഓപ്പൺ ആയിട്ട് വരും. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ട് മെയിനായിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണ്ടയിൽ ലഗേജ് സ്പേസ്, പിന്നെ ഇവിടെ ഒരു ലാഡർ, പിന്നെ അകത്ത് മൊത്തം കർട്ടനൊക്കെ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് ഡിം ബ്രൈറ്റ് ഓക്കെ ഇടുന്ന സമയത്ത് അകത്ത് ലൈറ്റ് കത്താം കേസ്. അതാണല്ലേ അല്ലേ, അകത്തും അത് വർക്കാവുന്നുണ്ട് അല്ലേ. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത്, അതായത് ഇൻഡിക്കേറ്ററല്ല, ഹസാർഡ് ലാമ്പ് ഇടുന്ന സമയത്ത് അകത്ത് അത് വർക്കാവുന്നുണ്ട്.
അടുത്തത് ഇതല്ലേ, അകത്ത് ആ ഒരു സംഭവം കണ്ടില്ലേ, അതൊരു സ്പീക്കറാണെന്ന് കണ്ടിരിക്കുന്നത്. അതൊക്കെ സ്പീക്കറും പിന്നെ അകത്തുള്ളതൊക്കെ മിന്നി മിന്നി കത്താൻ തുടങ്ങും. പിന്നെ ഈ സാധനം എല്ലാം ഇങ്ങനെ മിന്നി മിന്നി കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മൊത്തത്തിൽ ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീൽ കപ്പ് ഉണ്ട്. വീൽ കപ്പ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കണ്ടിട്ട് 24 ഇഞ്ച് ആണെന്ന് തോന്നുന്നു ടയറ്. പിന്നെ ഇവിടെ ഒരു അശോക് ലൈലാൻഡിൻ്റെ മൽഗാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അശോക് ലൈലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. സംഭവം കണ്ടിട്ട് സീനാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ആ ഒരു ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്തിടുക. ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞാൽ മറക്കരുത്, ഒരു മോഡ് ഉള്ള എടുത്ത ഒരു കാറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.